ഹായ് ഹലോ വെൽക്കം ബാക്ക്. നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വപ്നം കാണാറുണ്ടോ നിങ്ങൾ? ഞാൻ എന്റെ ചോദ്യമാണല്ലേ ചോദിക്കുന്നത്. സ്വപ്നം കാണാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഇനിയില്ലെങ്കിൽ സ്വപ്നം കാണണം. വലിയ വലിയ സ്വപ്നങ്ങൾ കണ്ടാലേ നമുക്കതിൻ്റെ അരികത്തെങ്കിലും നിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. സ്വപ്നത്തെ പറ്റി സംസാരിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ ഒരു സുഹൃത്തിനെയാണ്. അദ്ദേഹം പുറം രാജ്യത്ത് ജോലി ചെയ്യുന്നതാണ്. വല്ലപ്പോഴും ഒക്കെ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത തരം കാര്യങ്ങളായിരിക്കും അദ്ദേഹം നമ്മളോട് സംസാരിക്കുക. പക്ഷേ അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങളെ പറ്റി അദ്ദേഹം സംസാരിക്കുമ്പോൾ അത്രമാത്രം അദ്ദേഹം ആ വിഷയത്തിൽ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടായിരിക്കും നമ്മളോട് സംസാരിക്കുന്നത്. കേൾക്കുന്ന നമ്മൾക്ക് പോലും അത് യാഥാർത്ഥ്യമായി എന്ന് തോന്നുന്ന രീതിയിൽ ആയിരിക്കും അദ്ദേഹം ആ സ്വപ്നങ്ങളെ കുറിച്ച് നമ്മളോട് പറയുക. കുന്നോളം ആഗ്രഹിച്ചാലേ കുന്നിക്കുരുവോളം കിട്ടുക എന്നൊരു ചൊല്ലില്ലേ, അതുപോലെ എല്ലാവരും സ്വപ്നം കാണണം. വെറുതെ സ്വപ്നം കണ്ടാൽ മാത്രം പോരാ, അത് പ്രാവർത്തികമാക്കാനായിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുകയും വേണം. ഇന്ന് കണ്ടുവരുന്ന ഒരു കാര്യം, എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് നമ്മൾ ഇറങ്ങി തിരിച്ച് എന്തെങ്കിലും ഒരു പ്രതിസന്ധികളോ അല്ലെങ്കിൽ ഒരു തടസ്സങ്ങളോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും നിരുത്സാഹപരമായ സമീപനമൊക്കെ കാണുമ്പോൾ അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ട് പോകുന്നവരാണ് മിക്ക ആളുകളും. ഒരിക്കലും അങ്ങനെ ചെയ്യാതെ നിങ്ങൾക്ക് എന്ത് പ്രതിസന്ധിയും തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു നിശ്ചയദാർഢ്യം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. നമ്മളെ തളർത്താനേ ആളുകൾ കാണുകയുള്ളൂ. ഒരിക്കലും എന്താ പറയാ, ഒരാളുടെ വാക്കിലോ അല്ലെങ്കിൽ ഒരാളുടെ പ്രവൃത്തിയിലോ ഒന്നും ഉപേക്ഷിച്ച് പോകേണ്ടതല്ല. നിങ്ങൾക്ക് നിങ്ങളേതായ ലക്ഷ്യങ്ങൾ എപ്പോഴും മൈൻഡിൽ ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എപ്പോഴും നിങ്ങളുടെ ചിന്ത നിങ്ങൾ സെറ്റ് ചെയ്ത ആ ഗോളിനെ കുറിച്ചായിരിക്കണം. അല്ലാതെ അത് പാതി വഴിയിൽ ഉപേക്ഷിച്ച് അവരും ഇവരും പറയുന്നത് കേട്ട് ഉപേക്ഷിച്ച് പോയിട്ടുണ്ടെങ്കിൽ നഷ്ടം നിങ്ങളുടെ ഭാഗത്ത് മാത്രമായിരിക്കും. ഒരു മനുഷ്യന്റെ വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ നിരുത്സാഹപ്പെടുത്തുന്ന വ്യക്തികളാണ് കേട്ടോ. ഇവരുടെ ഈ നിരുത്സാഹങ്ങളും അല്ലെങ്കിൽ ഡിസ്കറേജ് ചെയ്യുന്ന ആളുകളൊക്കെ നമ്മളുടെ ചുറ്റിലും ഉണ്ടെങ്കിൽ നമുക്കൊരു വാശി വരും അല്ലേ. എങ്ങനെയെങ്കിലും ഇവൻ ഇത്രയും പറഞ്ഞതല്ലേ, എനിക്ക് എന്തായാലും വിജയം കൈവരിക്കണം, ഞാൻ ഇതിൽ നിന്ന് ഇനി പിന്മാറില്ല, അങ്ങനത്തെ ഒരു വാശി നമ്മളുടെ ഉള്ളിൽ വരും. നിങ്ങൾ പല ആളുകളുടെയും വിജയ കഥകൾ കേട്ടിട്ടില്ലേ? അവർ പറയുന്നത് എങ്ങനെയാണ്, അവരുടെ ലൈഫിൽ എൻകറേജ് ചെയ്തതിനേക്കാൾ കൂടുതൽ ആള് ഡിസ്കറേജ് ചെയ്യാനാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് പല സക്സസ് ആയ വ്യക്തികളും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. ഒരു കാര്യം ശ്രദ്ധിച്ചേ, ലോകത്ത് എല്ലാം തികഞ്ഞതായിട്ട് അല്ലെങ്കിൽ എല്ലാ സാഹചര്യങ്ങളും ഒത്ത് ചേർന്ന ഏതെങ്കിലും വ്യക്തികളുണ്ടോ? അല്ലേ. നമ്മൾക്ക് ഓരോരുത്തർക്കും ഓരോരോ പ്രയാസങ്ങളുണ്ട്, ഓരോരോ പ്രശ്നങ്ങളുണ്ട്. അത് വിഭിന്നമായിട്ടാണെന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ പ്രശ്നമായിരിക്കില്ല നിങ്ങൾക്കുള്ളത്, നിങ്ങളതായിരിക്കില്ല മറ്റൊരാൾക്കുള്ളത്. അങ്ങനെ മനുഷ്യർക്കൊക്കെ പ്രശ്നങ്ങളുണ്ട്. എല്ലാം തികഞ്ഞതായിട്ട് ഈ ഭൂമിയിൽ ആരുമില്ല. നമ്മൾ ഒരുപാട് സ്വപ്നങ്ങൾ കാണുക, ആ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടി നമ്മൾ അഹോരാത്രം പ്രയത്നിക്കുക. എന്നിട്ട് നമ്മൾ ഒരു സക്സസ്സിലേക്ക് എത്തുമ്പോൾ സ്വയം നമ്മളെ തന്നെ ഓർത്ത് നമുക്ക് വളരെയധികം പ്രൗഡായിട്ടുള്ള മൊമെൻ്റ് ആയിരിക്കും. ഇതൊക്കെ ഞാൻ പറയുന്നത് സ്വപ്നങ്ങൾ കാണണം, സ്വപ്നങ്ങൾ അത് യാഥാർത്ഥ്യമാക്കാനായിട്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യണം. എല്ലാവരും നമ്മൾ കുന്നോളം സ്വപ്നം കണ്ടാലേ നമുക്ക് കുന്നിക്കുരുവോളം കിട്ടുകയുള്ളൂ. അപ്പം അതുകൊണ്ട് എപ്പോഴും സ്വപ്നങ്ങൾ കാണണം. അത് എന്നിട്ട് യാഥാർത്ഥ്യമാക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കുക. നിന്റെ ജീവിതം വിജയിക്കണമെങ്കിൽ നീ മാത്രം വിചാരിക്കണം എന്ന ആ ഒരു മന്ത്രം നമ്മുടെ മനസ്സിൽ എപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഞാൻ വിചാരിച്ചാൽ മാത്രമേ എൻ്റെ ജീവിതം എനിക്ക് സക്സസ് ആവാൻ പറ്റുള്ളൂ. ഉപദേശിക്കാനും നല്ലത് പറഞ്ഞു തരാനും അല്ലെങ്കിൽ ഡിസ്കറേജ് ചെയ്യാനും ഒത്തിരി പേരുണ്ടെങ്കിലും തീരുമാനം എൻ്റെതായിരിക്കണം. അന്തിമ തീരുമാനം എപ്പോഴും എൻ്റെതായിരിക്കണം. മനസ്സിൽ നമ്മൾ ഇത് തന്നെ ഉരുവിട്ടുകൊണ്ടേയിരിക്കുക. നിങ്ങൾ കണ്ടിട്ടില്ലേ, കുറേ കാര്യം നമ്മളെപ്പോഴും ഏതെങ്കിലും ഒരു ലക്ഷ്യത്തെ പറ്റി മനസ്സിൽ നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ ആ ലക്ഷ്യം സഫലമാകുമെന്ന് പറഞ്ഞത് കേട്ടിട്ടില്ലേ? എനിവേ, എല്ലാവർക്കും നല്ല നല്ല സ്വപ്നങ്ങൾ കാണാനും ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനും ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്ത ദിവസം പുതിയൊരു ടോപ്പിക്കും പുതിയൊരു സബ്ജക്റ്റും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ലവ് യു ഓൾ. താങ്ക് യു.